ഹായ് ഗൈസ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിട്ട് നടക്കുന്ന 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന് ദിയ കൃഷ്ണ, ഒന്ന് ശ്വേത സെന്തിൽ, പിന്നെ ഒരു ഉദ്ഘാടനം, ഒരു സ്ഥാപനം ഒരു പ്രായമുള്ള അപ്പച്ചനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതിൻ്റെ ഒരു സന്തോഷകരമായ വാർത്ത. ഇത് മൂന്നിലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണയെ പറ്റിയാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടന് 4 പെൺമക്കളുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്, എല്ലാവർക്കും നല്ല വരുമാനവും. ഈ അപ്പനും അമ്മയും ഈ മക്കളുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇടയായിട്ട് അവരുടെ മകള് കല്യാണം കഴിഞ്ഞു, പ്രസവമൊക്കെ വലിയ 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 വീഡിയോ ആയിട്ട് വന്നു, വളരെ ഹിറ്റായതാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഈ മകളും ഭർത്താവും കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടി സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ അത് കേട്ടാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകം പോലെ തോന്നും. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി സംസാരത്തിനിടയ്ക്ക് പല സംസാരങ്ങൾ, അതിനിടയ്ക്ക് കുട്ടിയുടെ വായിന്ന് വീണ വാക്കുകളാണ് ഭർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കില്ല, വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് തനിക്ക് വിളിക്കാൻ വീട്ടിൽ തന്നെ പ്രസവിച്ച അമ്മ ഇരിപ്പുണ്ട്. അതായത് സിന്ധു കൃഷ്ണ വഴിയെ പോകുന്ന എല്ലാവരെയും അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ വഴിയെ കൂടെ പോകുമ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ, അവർക്ക് തീരെ വയ്യാണ്ട് അവർ വഴിയോരത്തിരിക്കുന്നെന്ന് വെച്ചു, മോളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കൂ എന്ന് ചോദിച്ചാൽ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എന്താണ് എന്തു പറ്റിയമ്മേ എന്നല്ലേ ചോദിക്കുള്ളൂ. പ്രായമുള്ള ഒരു അമ്മച്ചിയെ അല്ലെങ്കിൽ പ്രായമുള്ള വലിയമ്മച്ചി അങ്ങനെയൊക്കെ പറയാം. അല്ലാതെ എന്തു പറ്റി വലിയമ്മച്ചി, എന്തു പറ്റി ആൻറ്റി എന്നൊന്നും അത്രയും പ്രായമുള്ളവരോട് നമ്മൾ ചോദിക്കില്ല. അപ്പോൾ വഴിയെ കൂടെ പോകുന്ന എല്ലാവരെയും ദിയ അമ്മ എന്ന് വിളിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദിയയ്ക്കത് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഭർത്താവിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് ഭർത്താവിൻ്റെ അമ്മയെ നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മീനാമ്മ എന്ന് പറയുന്ന അശ്വിൻ്റെ അമ്മയ്ക്ക് പെൺമക്കളില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ഈ 2 മരുമക്കൾ അവരുടെ പെൺമക്കളായിരിക്കും, അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ ഈ പെൺമക്കൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവരെത്ര സന്തോഷിക്കും. ഒരു പക്ഷേ പോട്ടെ, ദിയ വിളിച്ചില്ല എന്ന് തന്നെ വെച്ചു, ദിയയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മനസ്സിലിരുന്നാൽ മതി. ഹസ്ബൻഡിനെയും കൂടെ അടുത്തിരുത്തിയിട്ട് വഴിയെ കൂടെ പോകുന്ന എല്ലാവരും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ ഞാൻ അമ്മ എന്ന് വിളിക്കില്ല, അങ്ങനെ എന്തിനാണ് അങ്ങനെ പബ്ലിക്കിൽ പറയേണ്ട കാര്യം? അത് ദിയയുടെ കുടുംബകാര്യമല്ലേ, അത് മനസ്സിലിരുന്നാൽ പോരായിരുന്നോ? ഈ പബ്ലിക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് ദിയ പറയുമ്പോൾ ദിയയുടെ മാതാപിതാക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത്. എന്താണെന്നറിയോ? അവർ വളർത്തിയതിൻ്റെ കുറവുകൾ, അവർ വളർത്തു ദോഷമാണ് ഈ മകൾക്ക് അഹങ്കാരിയായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ ദിയ പറയുന്നതിനെല്ലാം കേൾക്കുന്നത് മാതാപിതാക്കൾ. ആ പാവ മാതാപിതാക്കൾ അങ്ങനെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയാം, ഈ ഒരു അപ്പനും അമ്മയും മക്കൾ വഴിതെറ്റി പോകണമെന്നോ മക്കളുടെ ജീവിതം താറുമാറാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും കാണത്തില്ല. എല്ലാവരും അവനവൻ്റെ മക്കൾ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണും. അതുപോലെ തന്നെയാണ് സിന്ധു കൃഷ്ണയും പിന്നെ കൃഷ്ണകുമാറും. വളരെ അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചാണ് ഇത്രയൊക്കെ എത്തിയത്. അപ്പോൾ അവരുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. നീ ഇന്നതേ സംസാരിക്കാവൂ, നീ ഇന്നതേ പറയാവൂ എന്നവർ
ഈ കല്യാണം കഴിഞ്ഞ മകളോട് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയാം, കല്യാണം കഴിഞ്ഞ മകളോട് പറയാൻ പറ്റുമോ? ഇന്നത്തെ പിള്ളേരാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഉപദേശിക്കാൻ ചെന്നാൽ പറഞ്ഞ് കീറി ഹൃദയത്തെ മുറിക്കുന്ന പിള്ളേരാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ദിയൊക്കെ ആണെങ്കിൽ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ ഒരു പരിധിക്ക് അവർ പറയുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഈ ദിയയ്ക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നതിന് മാതാപിതാക്കൾ എന്ത് പഴിച്ചു? അവരുടെ മകളിങ്ങനെ പറയുമെന്ന് അവർ മനസ്സാ വാച കർമ്മണ ചിന്തിച്ച് കാണത്തില്ല. അപ്പോൾ ഭർത്താവിനെയും അടുത്തിരുത്തിക്കൊണ്ട് ഭർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കില്ല, എൻ്റെ അമ്മയെ അശ്വിൻ ആൻറ്റി എന്നല്ലേ വിളിക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിന് അവരെ അമ്മയെന്ന് വിളിക്കണം? ഇതൊന്നും ഒരു ന്യായീകരണത്തിൻ്റെ ഭാഗമല്ല. ദിയയ്ക്ക് ഇഷ്ടമില്ലേ, വിളിക്കണ്ട. സാധാരണ നാട്ടിൽ പെൺപിള്ളേർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കാര്യം പറയേണ്ടി വരുന്നെങ്കിൽ ചേട്ടൻ്റെ അമ്മയെന്നോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെന്നോ എന്തെങ്കിലുമൊക്കെ സംബോധന ചെയ്ത് കേട്ടിട്ടുള്ളൂ. വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ബഹുമാന പുരസരം സംസാരിക്കും, അങ്ങനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ വിളിക്കാൻ ഇഷ്ടമില്ല, ഞാനങ്ങനെ വിളിക്കത്തില്ല എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ സ്വയം ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ചോദിക്കാം, എനിക്ക് പറയാനുള്ളത് പബ്ലിക്കിൻ്റെ മുമ്പിലായാലും എവിടെയായാലും എനിക്ക് പറഞ്ഞൂടെ? എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഈ ആൾക്കാർ വീഡിയോ എടുത്തിട്ട് വായി തോന്നുന്ന എല്ലാം പറയുന്നത്. ഇപ്പോൾ എത്ര പേരാണ് അതിൻ്റെ അകത്ത്? ഇപ്പം അശ്വിൻ ഒരു കഴിവില്ലാത്തവനാണെന്ന് എവിടെയോ ഒരു കമൻറ്റിൽ കണ്ടു. ദിയയ്ക്ക് പൈസയുടെ അഹങ്കാരമാണെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അച്ഛനും അമ്മയെ വളർത്തി ഇങ്ങനെ ആക്കിക്കളഞ്ഞു. പിന്നെ ദിയയുടെ അമ്മയുടെ വയറ്റിനകത്ത് ദിയ കിടക്കുന്ന കാലം മുതലുള്ളത് ദിയ അറിയണതും അറിയാത്തതും എല്ലാം വീഡിയോ ആയിട്ട് വരും. ആളുകൾക്ക് കണ്ടൻ്റാണല്ലോ. അപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആളുകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് അവനവന് ഇഷ്ടമുള്ള തമ്പനിയിലും കൊടുത്ത് ആൾക്കാർ വീഡിയോ ആയിട്ടിടും. അപ്പം നമ്മൾ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നമ്മളിവിടെ എന്ത് പറയണം, ഏത് പറയണം, നമുക്കൊരു സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരണം. കാരണം എന്തും കണ്ടൻ്റാക്കാനിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടുവേ നമ്മൾ സംസാരിക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ തന്നെ ദിയയുടെ വീഡിയോ എത്രയോ ആൾക്കാർ വീഡിയോ ആയിട്ട് എടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞ അച്ഛനെ അമ്മയെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമവും സഹതാപവും ഒക്കെ തോന്നുന്നു. അവർ ഇപ്പം ഇതൊന്നും അറിഞ്ഞല്ലോ, ദിയ ഇപ്പം ഇങ്ങനെ പറയുന്നൊന്നും അവർ മനസ്സിൽ പോലും ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് അത്രയും അച്ഛനെ അമ്മയാണ്. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. അച്ഛനും അമ്മയും അശ്വിൻ്റെ മുമ്പിൽ വെച്ച് അത് പറയേണ്ട കാര്യമില്ല. ഇപ്പം അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ വേണ്ട, അത് മനസ്സിലിരുന്നാൽ പോരെ. ഈ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? നാട്ടുകാരെ അറിയിച്ച് ഇപ്പോൾ ഇത്രയും എല്ലാവരും കൂടെ എടുത്തിട്ട് പൊങ്കാലയിട്ടപ്പം ദിയയ്ക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടിയത്? നമ്മുടെ വാക്കും പെരുമാറ്റമെല്ലാം നമ്മൾ എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും എടുത്തു വെച്ച് അലക്കും. ആ പാവപ്പെട്ട അപ്പനെയമ്മയും ഇനി ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് മനസ്സിരുന്നാൽ പോരായിരുന്നോ? ഇപ്പോൾ എനിക്കറിയുന്നൊരു കുട്ടി, അവളുടെ കൂട്ടുകാരിയുടെ സഹോദരനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മായിയമ്മയെ അവൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഈ മകളുടെ കൂട്ടുകാരിയായതുകൊണ്ട് ആ വീട്ടിൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും. അങ്ങനെ രണ്ട് വീട്ടിലെ അമ്മമാരെയും രണ്ട് പെൺപിള്ളേരെയും ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞു, നിൻ്റെ അമ്മായിയമ്മയല്ലേ, നീ അവരെങ്ങനെ ചേച്ചി എന്ന് വിളിച്ചാൽ കൊള്ളാമോ? അത് ശരിയായ പ്രവണതയല്ലത്. അപ്പോൾ അവൾക്കത് ഉള്ളിലുണ്ട്, പക്ഷേ പുറത്ത് പ്രകടമാക്കുക ഒരു ചമ്മൽ. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞ് ഒരു ദിവസം എല്ലാവരും കൂടെ എന്തോ ഒരു കാര്യത്തിന് കൂടിയിരുന്നിട്ട് അമ്മയെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. വേറെ നീ ഒന്നും പറയണ്ട, അമ്മ ആ പാത്രം ഇങ്ങെടുത്ത് തരുമെന്ന് മാത്രം ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. സത്യം, ആ അമ്മയെന്ന് അവൾ വിളിച്ച ആ പാത്രം ചോദിക്കുന്നതിന് മുമ്പേ അവരിങ്ങനെ കെട്ടി അങ്ങ് പിടിച്ച്. കാരണം അവർ കേൾക്കാൻ കൊതിച്ചിരുന്നതാണ്. കാരണം മകൻ്റെ ഭാര്യ വന്നു കയറിയ മോള് അമ്മയെന്ന് വിളിച്ചല്ലോ, ആ സന്തോഷം അവിടെ പ്രകടമാക്കിയപ്പോൾ
ആ സന്തോഷത്തിൽ അവർ അലിഞ്ഞില്ലാതെ. അപ്പോൾ ദിയ പറയും, ആ അത് ശരി, അവരങ്ങനെ ചെയ്തെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യണം, എനിക്കിതാണ് ഇഷ്ടം. ആ ഇഷ്ടം മനസ്സിൽ വെച്ചിരുന്നാൽ മതിയായിരുന്നു. പബ്ലിക്കിലെടുത്തിടേണ്ട ഒരു കാര്യമില്ല. അശ്വിൻ ആൻറ്റി എന്ന് വിളിക്കുന്നത് അശ്വിൻ നേരത്തെ അങ്ങനെ വിളിച്ചതല്ലേ. ദിയ പിന്നെ അവിടെ കെട്ടിക്കയറി ചെന്ന കുട്ടിയല്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയെ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പബ്ലിക്കിൽ അപമാനിക്കരുതായിരുന്നു. ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ട് കേട്ട് കുറേ പേരെന്നോട് ചോദിച്ചു, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ വെച്ച് നോക്കിയാലും ഏകദേശം എല്ലാവരും ഇഷ്ടമില്ല. ചില പെൺകുട്ടികൾക്ക് അവരുടെ അമ്മായിയമ്മമാരെ ഒട്ടും ഇഷ്ടം കാണത്തില്ല. പക്ഷെ ആ ഇഷ്ടക്കേടിൻ്റെ ഉള്ളിൽ അവർ ചിലപ്പം അമ്മായിയമ്മയുടെ കുറ്റം മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അല്ലെങ്കിൽ ചേട്ടൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്യാറുള്ളത്. അവരാരും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ ഇഷ്ടമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അമ്മായിയമ്മയുടെ കുറ്റമൊക്കെ പറയും. പക്ഷേ അതുപോലും അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ ചെയ്തു, അവർക്ക് അവരുടെ മോളെ ഇഷ്ടം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ വിചിത്രമായിട്ട് തോന്നി. ദിയയുടെ ഈ സംഭാഷണം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ചെയ്യണം. അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ദിയയുടെ അറിവില്ലായ്മയാണോ, ദിയ അറിഞ്ഞു വെച്ചിട്ടാണോ ഇങ്ങനെ സംഭാഷിച്ചത് എന്ന് എനിക്കറിയില്ല. എങ്കിലും കേട്ടപ്പോൾ അതത്ര ഒരു ശരിയായ രീതിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും, എനിക്ക് എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത്, ഹസ്ബൻഡിൻ്റെ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അവരെ നിങ്ങൾ അമ്മയെന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും അത് പുറത്തറിയിക്കേണ്ട കാര്യമില്ല. അവർക്ക് നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താലല്ലേ പുറത്ത് നമുക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയെ നമുക്കത് ചെയ്യാനും ബഹുമാനിക്കാൻ തോന്നും. ചിലപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമില്ലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഇഷ്ടക്കേടിൻ്റെ എക്സ്ട്രീം ലെവലിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും മറ്റുള്ളവരോട് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ, അല്ലാതെ ഒന്നും ആരും എങ്ങും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു പോയി. ആ അമ്മ എന്തോരം വിഷമിക്കുമായിരിക്കും ആ അമ്മയെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ. അപ്പോൾ ആ അമ്മ എന്തോ ഭയങ്കര ക്രൂരയും ദുഷ്ട സ്ത്രീയും ഒക്കെ ആയിട്ടായിരിക്കും ആൾക്കാർ ചിത്രീകരിക്കുന്നത്. പക്ഷെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ള അപ്പോൾ അമ്മ ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ളത് ദിയ പറഞ്ഞു പോയി. ഇനി ബാക്കി ഇനിയും ആൾക്കാർ ഒരുപാട് വീഡിയോ ആയിട്ട് വരും. ഒക്കെ കേട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത്രയേ ഉള്ളൂ.